സക്സസ് ഫയലിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ജലോപരിതലത്തിൽ ബ്ലേഡ് പൊങ്ങി നിൽക്കാൻ കാരണമായ ബലം ഏത്? ജലോപരിതലത്തിൽ ബ്ലേഡ് പൊങ്ങി നിൽക്കാൻ കാരണമായ ബലം പ്രതല ബലമാണ്. പ്രതല ബലം. മനുഷ്യ ശരീരത്തിന്റെ pH മൂല്യം ക്രമീകരിക്കുന്ന അവയവം. മനുഷ്യ ശരീരത്തിന്റെ pH മൂല്യം ക്രമീകരിക്കുന്ന അവയവം വൃക്ക. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ്. അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ എവിടെയാണ്? അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ പാരീസിലാണ്. പാരീസ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് ഉദ്ഘോഷിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് ഉദ്ഘോഷിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. ഹീമോഗ്ലോബിൻ എവിടെ വെച്ചാണ് ബിലിറുബിൻ ആയി മാറുന്നത്? ഹീമോഗ്ലോബിൻ ബിലിറുബിൻ ആയിട്ട് മാറുന്നത് പ്ലീഹയിൽ വെച്ചാണ്. പ്ലീഹ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം ഓക്സിജൻ. ടൂറിസം വ്യവസായമായിട്ട് കേരളം അംഗീകരിച്ച വർഷം ഏതാണ്? ടൂറിസം വ്യവസായമായിട്ട് കേരളം അംഗീകരിച്ച വർഷം 1986 ആണ്. 1986. പോസ്റ്റ് ഓഫീസ് വഴി ഭൂനികുതി അടയ്ക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം. പോസ്റ്റ് ഓഫീസ് വഴി ഭൂനികുതി അടയ്ക്കാനായിട്ട് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. മേച്ചിപ്പുല്ല് സമരത്തിന് നേതൃത്വം നൽകിയ വനിത. മേച്ചിപ്പുല്ല് സമരത്തിന് നേതൃത്വം നൽകിയതാരാണ്? PK കുഞ്ഞാക്കമ്മയാണ്. PK കുഞ്ഞാക്കമ്മ. യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ. യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു. ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ. ഗ്ലോബുലിൻ. ദേശീയ ഊർജ സംരക്ഷണ ദിനം. ദേശീയ ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 14 ആണ്. ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നു. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ്. മനില. കേരളം ആദ്യമായി ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച വർഷം. കേരളം ആദ്യമായിട്ട് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച വർഷം ഏതാണ്? 1987 ആണ്. 1987 കേരളം ആദ്യമായിട്ട് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത്. കോശമില്ലാതെ ജനിതക വസ്തുവും പ്രോട്ടീൻ കവചവും മാത്രമുള്ളത് എന്തിനാണ്? കോശമില്ലാതെ ജനിതക വസ്തുവും പ്രോട്ടീൻ കവചവും മാത്രമുള്ളത് വൈറസ്. വാകത്താനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? വാകത്താനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാൻ. ഏത് ലഹളയ്ക്കാണ്? വാകത്താനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാൻ. ഓഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഓഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്നത് ഇൻഫ്ലുവൻസയാണ്. ഇൻഫ്ലുവൻസ. എങ്ങനെ അറിയപ്പെടുന്നു? ഓഗസ്റ്റ് ഫീവർ. കേരള സംസ്ഥാന രൂപവൽക്കരണ ശേഷം നിലവിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് ഏതാണ്? കേരള സംസ്ഥാനം രൂപവൽക്കരിച്ചതിന് ശേഷം നിലവിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടാണ് പീച്ചി. പാലക്കൊണ്ട കലാപത്തിന് വേദിയായ സംസ്ഥാനം. പാലക്കൊണ്ട കലാപത്തിന് വേദിയായ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശ്.
പുത്തൻവേലിക്കരയിൽ വെച്ച് പെരിയാറിന്റെ ശാഖയായ മംഗലപ്പുഴ ഏത് നദിയിലാണ് ചേരുന്നത്? പുത്തൻവേലിക്കരയിൽ വെച്ച് പെരിയാറിന്റെ ശാഖയായ മംഗലപ്പുഴ ചേരുന്നത് ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴ. മാപ്പിള ലഹള പരാമർശിക്കുന്ന നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. മുറിവുകളിലൂടെ രോഗാണു ശരീരത്തിനകത്ത് പ്രവേശിച്ചിട്ടുണ്ടാകുന്ന രോഗം. മുറിവുകളിലൂടെ രോഗാണു ശരീരത്തിനകത്ത് പ്രവേശിച്ചിട്ടുണ്ടാകുന്ന രോഗം ടെറ്റനസ്. ഇന്ത്യയിൽ ജന്മി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഇന്ത്യയിൽ ജന്മി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി, ഫസ്റ്റ് അമെൻമെന്റ്. ഇന്ത്യയിൽ ജന്മി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഫസ്റ്റ് അമെൻമെന്റ് ആണ്. രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയത്തിൽ അത് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സഭയിലെ ആകെ അംഗബലത്തിന്റെ ഏറ്റവും കുറഞ്ഞത് എത്ര അംഗങ്ങളാണ് ഒപ്പിട്ടിരിക്കേണ്ടത്? 1/4 അംഗങ്ങൾ ഒപ്പിട്ടിരിക്കണം. രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയത്തിൽ അത് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സഭയിലെ ആകെ അംഗബലത്തിന്റെ ഏറ്റവും കുറഞ്ഞത് 1/4 അംഗങ്ങളെങ്കിലും ഒപ്പിട്ടിരിക്കണം. ഏതിന്റെ പോഷക നദിയാണ് അമരാവതി? അമരാവതി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ് അമരാവതി നദി. ഏത് ജീവിയിലെ പ്രത്യുൽപാദന രീതിയാണ് മുകുളനം? മുകുളനം ഹൈഡ്രയിലെ പ്രത്യുൽപാദന രീതിയാണ് ഹൈഡ്ര. ഓക്സിജൻ, പോഷണങ്ങൾ എന്നിവ ഗർഭസ്ഥ ശിശുവിന്റെ ശരീരത്തിൽ എത്തുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഏതിലൂടെയാണ്? പൊക്കിൾക്കൊടിയിലൂടെയാണ്. പൊക്കിൾക്കൊടി. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ. വൈദ്യുത ചാർജുള്ള കണങ്ങളായിട്ട് ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മാവസ്ഥയിലാണ്. പ്ലാസ്മാവസ്ഥ. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര് ധോണ്ടു പന്ത്. ധോണ്ടു പന്ത് എന്ന യഥാർത്ഥ നാമമുള്ളതാരാണ്? നാനാ സാഹിബ് ആണ്. പാഗൽപന്തി കലാപത്തിന്റെ പശ്ചാത്തലം ബംഗാളാണ്. ബംഗാൾ. പുലിക്കോട് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? പുലിക്കോട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ല. പദാർത്ഥത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് സൂപ്പർ കൂൾഡ് ഫെർമി ഗ്യാസ്? സൂപ്പർ കൂൾഡ് ഫെർമി ഗ്യാസ് എന്നത് പദാർത്ഥത്തിന്റെ 7ാമത്തെ അവസ്ഥയാണ്. സൂപ്പർ കൂൾഡ് ഫെർമി ഗ്യാസ്. ബിയാസ് നദി ഏതിലാണ് ചെന്നു ചേരുന്നത്? ബിയാസ് നദി ചെന്നു ചേരുന്നത് സത്ലജിലാണ്. സത്ലജ്. ഭവാനി പഥക്, ദേവി ചൗധരാണി എന്നിവർ ഏത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കളായിരുന്നു? ഭവാനി പഥക്, ദേവി ചൗധരാണി സന്യാസി കലാപവുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കളാണ്. ഭയക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ഭയക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ അഡ്രിനാലിൻ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ ഇൻകം ടാക്സ് നിയമം നിലവിൽ വന്ന വർഷം? ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ ഇൻകം ടാക്സ് നിയമം നിലവിൽ വന്നത് 1860 പാരസെറ്റമോൾ രാസപരമായിട്ട് അറിയപ്പെടുന്നത്? പാരസെറ്റമോൾ 4-അസെറ്റാമിഡോഫെനോൾ. 4-അസെറ്റാമിഡോഫെനോൾ പാരസെറ്റമോൾ രാസപരമായിട്ട് അറിയപ്പെടുന്നത്. ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് 42 ഡിഗ്രിയാണ്. 42 ഡിഗ്രിയാണ് ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ. 1857 വിപ്ലവത്തിന് മുറാദാബാദിൽ നേതൃത്വം നൽകിയതാരാണ്? മുറാദാബാദിൽ നേതൃത്വം നൽകിയത് അബ്ദുൾ അലി ഖാൻ ആണ്. അബ്ദുൾ അലി ഖാൻ. ആക്കത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആക്കത്തിന്റെ യൂണിറ്റ്. ആർട്ടിക്കിൾ 143 പ്രകാരം സുപ്രീം കോടതിയുടെ ഉപദേശം ആരാഞ്ഞ ആദ്യത്തെ രാഷ്ട്രപതി?
ആർട്ടിക്കിൾ 143 പ്രകാരം സുപ്രീം കോടതിയുടെ ഉപദേശം ആരാഞ്ഞ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ എയർ ടാക്സി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഹരിയാന. ഇന്ത്യയിലെ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നേടിയ ആദ്യ വനിതയാണ് സുഷമ സ്വരാജ്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആര്? ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. റാൻ ഓഫ് കച്ചിന് സമീപമുള്ള മേജർ തുറമുഖം ഏതാണ്? കാട്ട്ലയാണ്, ഗുജറാത്തിലെ കാട്ട്ല. ഏതിനെയാണ് ബ്രിട്ടീഷുകാർ ചെകുത്താന്റെ കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത്? 1857 കലാപത്തെയാണ്. 1857 കലാപം. ഏതിന്റെ മറ്റൊരു പേരാണ് ത്രോംബോസൈറ്റ് എന്നത് പ്ലേറ്റ്ലെറ്റിന്റെ മറ്റൊരു പേരാണ് ത്രോംബോസൈറ്റ്. ഒരു പാർസെക് എത്ര പ്രകാശവർഷമാണ്? ഒരു പാർസെക് എന്നത് 3.26 പ്രകാശവർഷമാണ്. 3.26 പ്രകാശവർഷമാണ്. ഒരു ആവാസ വ്യവസ്ഥയിൽ ഉൽപാദകർ ആരാണ്? ഹരിതസസ്യങ്ങൾ. കത്രിക ഏത് വർഗത്തിൽപ്പെട്ട ഉത്തോലകത്തിന് ഉദാഹരണമാണ്? ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് കത്രിക. കരക്കാറ്റ് ഏറ്റവും ശക്തമായി വീശുന്നത് ഏത് സമയത്താണ്? രാത്രി സമയത്താണ്. കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഷവസ്തു അമോണിയയാണ്. കാലേശ്വരം ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയിലാണ്. കുക്ക പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ബാബ രാം സിംഗ് ആണ്. കുക്ക പ്രസ്ഥാനം. ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗം എംഫിസിമയാണ്. ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗമാണ് എംഫിസിമ. ഘനജലത്തിന്റെ തിളനില എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 101.4 ഡിഗ്രി സെൽഷ്യസ് ആണ് ഘനജലത്തിന്റെ തിളനില. 101.4 ഡിഗ്രി സെൽഷ്യസ്. ചന്ദ്രന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം സെലീനിയം. ആണ്. ജിപ്സത്തെ എത്ര ഡിഗ്രി ചൂടാക്കിയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിർമ്മിക്കുന്നത്? 120 മുതൽ 130 ഡിഗ്രി വരെ ചൂടാക്കിയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിർമ്മിക്കുന്നത്. ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം ഫെറിക് ഓക്സൈഡ് ആണ്. വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം ഏത് ജില്ലയിലാണ്? സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. പേശി ചലനങ്ങൾ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. പോളിഗാർ യുദ്ധങ്ങൾക്ക് വേദിയായ സംസ്ഥാനം തമിഴ്നാട്. ഹോർമോൺ എന്ന വാക്ക് ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് E.H. സ്റ്റാർലിംഗ് ആണ്. ഹോർമോൺ എന്ന വാക്ക് ആദ്യമായിട്ട് നിർദ്ദേശിച്ചത്. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു അയഡോപ്സിൻ. ബ്രഹ്മപുത്ര നദിയിലുള്ള ദേശീയ ജലപാത
ദേശീയ ജലപാത 2. ദേശീയ ജലപാത 2 ആണ് ബ്രഹ്മപുത്ര നദിയിലുള്ള ദേശീയ ജലപാത. 1830കളിൽ ശക്തി പ്രാപിച്ച് 1870കളോടെ അമർച്ച ചെയ്യപ്പെട്ട വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവ്. വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നത് സയ്യദ് അഹമ്മദ് ബറേൽവിയാണ്. സയ്യദ് അഹമ്മദ് ബറേൽവി. മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത് ന്യൂട്ടന്റെ ഏത് ചലന നിയമത്തിന് ഉദാഹരണമാണ്? ഒന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ്. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ് മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത്. മീശപ്പുലിമല ഏത് ജില്ലയിലാണ്? മീശപ്പുലിമല സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ല. മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിക്കാൻ കാരണമായ കേസ്? ഷൈറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. ഷൈറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിക്കാൻ കാരണമായ കേസ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AK ഗോപാലനാണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണ്? AK ഗോപാലൻ. ഇൻകസ് അസ്ഥിയുടെ ആകൃതി. ഇൻകസ് അസ്ഥിയുടെ ആകൃതി കുടക്കല്ലിന്റെ ആകൃതിയാണ്. ഇൻകസ് അസ്ഥിയുടെ ആകൃതി. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ ആണ്. ആൽബുമിൻ. ഇംഗ്ലീഷ് പട്ടാളത്തിന് ജോലി നൽകാനായി വയനാട്ടിലെ കുന്നിൻ ചെരുവുകളിൽ ആരംഭിച്ച കൃഷി ഏതാണ്? കാപ്പി കൃഷിയാണ്. ലക്ഷ്യം നിറവേറിയതിനാൽ സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് എന്തായി മാറണം എന്നാണ് ഗാന്ധിജി നിർദ്ദേശിച്ചത്? ലോക സേവാ സംഘം. ലക്ഷ്യം നിറവേറിയതിനാൽ സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് എന്തായി മാറണം എന്നാണ് ഗാന്ധിജി നിർദ്ദേശിച്ചത്? ലോക സേവാ സംഘം. ലാറ്റിൻ ഭാഷയിൽ ചന്ദ്രന്റെ പേര്. ലാറ്റിൻ ഭാഷയിൽ ചന്ദ്രന്റെ പേര് ലൂണ. ഏലത്തൂർ പുഴ എന്നും അറിയപ്പെടുന്നത്? ഏലത്തൂർ പുഴ. കോരപ്പുഴയാണ് ഏലത്തൂർ പുഴ എന്നും അറിയപ്പെടുന്നത്. ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അവയവം ഏതാണ്? പ്രതിരോധ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ അവയവം പ്ലീഹയാണ്. പ്ലീഹ. ആക്രമണത്തിനിരയാകുന്ന സ്ത്രീകൾക്ക് ശാരീരികവും നിയമപരവുമായ പരിരക്ഷ നൽകുന്ന സംസ്ഥാന ആരോഗ്യ സാമൂഹിക നീതി വകുപ്പുകളുടെ പദ്ധതിയാണ് ഭൂമിക. പദ്ധതിയുടെ പേര് ഭൂമിക. ഇന്ത്യയിലെ ആദ്യത്തെ ലേണേഴ്സ് ക്ലബ് 1956 സ്ഥാപിതമായത് എവിടെ? മുംബൈയിലാണ്. മുംബൈ. രക്തക്കുഴലുകളും നാഡീതന്തുക്കളും കാണപ്പെടുന്ന പല്ലിനുള്ളിലെ യോജക കല. രക്തക്കുഴലുകളും നാഡീതന്തുക്കളും കാണപ്പെടുന്ന പല്ലിനുള്ളിലെ യോജക കലയാണ് പൾപ്പ്. മുക്കോലപ്പെരുമാൾ എന്ന ശില്പം ആരുടേതാണ്? മുക്കോലപ്പെരുമാൾ. കാനായി കുഞ്ഞിരാമൻ. മുക്കോലപ്പെരുമാൾ എന്ന ശില്പം ആരുടേതാണ്? കാനായി കുഞ്ഞിരാമൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണൽ അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണൽ അണക്കെട്ട് ബാണാസുര സാഗർ അണക്കെട്ടാണ്. ബാണാസുര സാഗർ അണക്കെട്ട്. ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ് പക്വാശയം? ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ് പക്വാശയം? ചെറുകുടലാണ്. ചെറുകുടൽ. കാലിഡോസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം. കാലിഡോസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം സമതല ദർപ്പണമാണ്. സമതല ദർപ്പണം. കൃത്രിമ പേസ് മേക്കറിന്റെ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചത്? കൃത്രിമ പേസ് മേക്കറിന്റെ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചത് വിൽസൺ ഗ്രേറ്റ് ബാച്ച്. വിൽസൺ ഗ്രേറ്റ് ബാച്ച്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് ആരാണ് പരിശോധിക്കുന്നത്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏതാണ്? സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് സത്ലജ് നദിയാണ്. സത്ലജ്. സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില 5500 ഡിഗ്രി സെൽഷ്യസ്.
നെഗറ്റീവ് താപനില കാണിക്കാത്ത സ്കെയിൽ കെൽവിൻ സ്കെയിലാണ്. കെൽവിൻ സ്കെയിലാണ് നെഗറ്റീവ് താപനില കാണിക്കാത്ത സ്കെയിൽ. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഒരു ലോഹത്തിൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയ. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഒരു ലോഹത്തിൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയ ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ്. കേരളത്തിലെ അവതരണ കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ അവതരണ കലകളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത് കഥകളിയാണ്. കേരളത്തിലെ ആദ്യത്തെ ഹൈടെക് ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ഹൈടെക് ഗ്രാമപഞ്ചായത്ത് പാമ്പാക്കുട. ജ്യോതിറാവ് ഫുലെയെ വളരെയധികം സ്വാധീനിച്ച തോമസ് പൈൻ എഴുതിയ പുസ്തകം. ജ്യോതിറാവ് ഫുലെയെ വളരെയധികം സ്വാധീനിച്ച തോമസ് പൈൻ എഴുതിയ പുസ്തകമാണ് ദ റൈറ്റ്സ് ഓഫ് മാൻ എന്നത്. ദ റൈറ്റ്സ് ഓഫ് മാൻ. ഡിസ്കിന്റെ ആകൃതിയിലുള്ള രക്തകോശം ഏത്? ഡിസ്കിന്റെ ആകൃതിയിലുള്ള രക്തകോശം അരുണ രക്താണുക്കൾ. സുപ്രീം കോടതിയുടെ ഉത്ഭവാധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. സുപ്രീം കോടതിയുടെ ഉത്ഭവാധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം 131. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത്. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് MT വാസുദേവൻ നായർ. ദ്രവ്യവും ഊർജവും ഒരു അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണ് എന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ ആണ്. ഐൻസ്റ്റീൻ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിനു മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.